അപ്പൊ ആയിഷ പള്ളിക്ക് വേറെയും ഈ സ്ഥലത്തിന് കുറെ പ്രത്യേകതകളുണ്ട്. ഒന്ന്, ആയിഷ ഉമ്മ ഇഹ്റാം ചെയ്തു എന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊന്നത് ഇവിടെ വെച്ചാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആരാണ്? മദീനയിൽ ഔസ് ഗോത്രത്തിൽപ്പെട്ട മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ അവിടെ വെച്ച് റസൂലുള്ളാഹിനെ കൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം റസൂലുള്ളാഹി തങ്ങളുമായിട്ട് വല്ലാത്ത ഒരടുപ്പമാണ് ആർക്കുള്ളത്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്. അങ്ങനെ ബദർ യുദ്ധത്തിന് വേണ്ടി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ വന്നു. ആ യുദ്ധത്തിൽ ശത്രുക്കളുടെ നേതാവ് ഹാരിസ് ബിൻ ഹാമിർ എന്ന് പറഞ്ഞ ആളെ ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ മക്കളൊരു മീറ്റിംഗിൽ പോയി. നമ്മളെ വാപ്പാനൊക്കെ അല്ലേ പോകുന്നത്, അതിനെന്തായാലും പകരം ചോദിക്കണം. അങ്ങനെ ഇവരിവിടെ എന്ത് ചെയ്തു? സംഘടിച്ചു അതിന് പകരം ചോദിക്കാൻ വേണ്ടി. ഈ വിവരം റസൂലുള്ളാഹി അറിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അടങ്ങുന്നു. ആസിം ബിൻ സാബിത്താണ് നേതാവ്. 10 അംഗ സംഘത്തെ തെരഞ്ഞെടുത്തു. അതിന്റെ നേതാവായി ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? മക്കയിലേക്ക് പോകണം. അവിടെ അവരെ കാര്യങ്ങളൊക്കെ പറയുകയും ഇവിടെ പ്രബോധനം നടത്തലുമാണ് ലക്ഷ്യം. അങ്ങനെ അവരവിടെ പുറപ്പെട്ടു. അവര് വരുന്ന വിവരം മക്കക്കാര് ശത്രുക്കൾ അറിഞ്ഞപ്പോ വഴിയിൽ വെച്ച് ഈ തൻഈമിന്റെ ഭാഗത്ത് വെച്ച് അവരെന്ത് ചെയ്തു? ഇവിടെയുള്ള ചെറുപ്പക്കാർ ഈ 10 അംഗ സംഘത്തെ തടയുകയും 7 പേരെയും കൊല്ലുകയും ചെയ്തു. അതിൽ മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തടവുകാരനായി പിടിച്ചു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തടവുകാരനായി പിടിച്ചിട്ട് കാലും കയ്യും ചങ്ങലക്കെട്ടിട്ട് ഈ കാണുന്ന പ്രദേശത്തുകൂടെ വലിച്ചു കൊണ്ടുപോയി. അങ്ങനെ വീട്ടു തടങ്കലിലാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു എന്ന വിവരറിഞ്ഞപ്പോ ഹാരിസ് ബിൻ ഹാമിർ കൊല്ലപ്പെട്ട അവന്റെ മക്കൾ വലിയ സന്തോഷത്തോടുകൂടെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോയിട്ട് വിലക്ക് വാങ്ങുകയും വീട്ടു തടങ്കലിലാക്കിയിട്ട് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ദിവസങ്ങളോളം വീട്ടിലിട്ട് പൂട്ടി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പാതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഖുർആൻ ഇങ്ങനെ ഓതും. ആ ഖുർആൻ പാരായണം ഹാരിസ് ബിൻ ഹാമിറിന്റെ മകള് സൈനബ് ഇങ്ങനെ കേൾക്കും. എല്ലാത്തിനും ഇഷ്ടം തോന്നി. ചെന്നിട്ട് ഒരു ദിവസം പോയിട്ട് വാതിലിന് മുട്ടിയിട്ട് പറഞ്ഞു, ഹുബൈബേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്കൊരാവശ്യമില്ല, കുടിക്കാൻ കുറച്ച് വെള്ളം തന്നാൽ സന്തോഷമായിരുന്നു. പക്ഷേ പിന്നീട് പല സമയത്തും ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂമിൽ ചെന്നിട്ട് റൂം തുറന്നു നോക്കും, എന്തൊക്കെ ചെയ്തോന്നു. ആ സമയത്ത് റൂമിൽ ആ കാലഘട്ടത്തിൽ ഒരു സ്ഥലത്തും കിട്ടാത്ത നല്ല പഴവർഗ്ഗങ്ങൾ ആ റൂമിലുണ്ട്. അത് ഹബീബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പഴങ്ങളാണ്. സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല പഴങ്ങളെത്തി കൊടുത്തു. ആ പഴങ്ങൾ ഇങ്ങനെ ഭക്ഷിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നീട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു സൈനബിനോട് ചോദിച്ചു, എന്നെ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനം? അതിന്റെ അറിവ്. സൈനബ് പറഞ്ഞു, എന്റെ അറിവ് പ്രകാരം നിങ്ങളെ കൊല്ലുമെന്നാണ് എനിക്കറിഞ്ഞത്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് യാതൊരു പേടിയുമില്ല. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തിന് യാതൊരു മാറ്റവുമില്ല. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് വന്നവരാ വിവരം പറഞ്ഞു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായി. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച തലേ ദിവസം ചെന്നിട്ട് ചോദിച്ചു, ഹുബൈബേ, നിന്നെ നാളെ കൊല്ലാൻ പോകുന്നു. നിനക്ക് വേണമെങ്കിൽ ഈ ദീനിൽ നിന്ന് മാറാം. നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്യാം. നിങ്ങൾ കൊല്ലാതെ നിന്നെ വെറുതെ വിടുമെന്ന് പറഞ്ഞപ്പോൾ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അതിന് സമ്മതിച്ചില്ല. ആ സമയത്ത് ചോദിച്ചു, നിനക്ക് ഇനി അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആ സമയത്ത് നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോ, ഉംറയ്ക്ക് വേണ്ടി വരുമ്പോ സുന്നത്തായ കാര്യമായിട്ട് നഖം മുറിക്കല്ലേ, ആ നഖം മുറിച്ചതും ശരീരത്തിന്റെ രോഗങ്ങളൊക്കെ നീക്കിയതും. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് ഒരു കത്തി വേണം, ചെറിയ ഒരു കത്തി വേണം. എന്തിനാണെന്നറിയോ? എന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ അല്ലാഹുവിലേക്ക് പുറപ്പെടുകയാണ്.
എന്റെ ശരീരത്തിൽ നിന്ന് നീക്കൽ സുന്നത്തുള്ള മുഴുവൻ രോമങ്ങളും കാര്യങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയാണ്. അവർ ചെറിയ കത്തി കൊടുത്തു. അങ്ങനെ അദ്ദേഹം കക്ഷത്തെ രോമം പഠിച്ചു. ശരീരത്തിൽ നിന്ന് നീക്കൽ സുന്നത്തുള്ള മുഴുവൻ കാര്യങ്ങളും നീക്കി അതിനുശേഷം അവര് മരണത്തിന് വേണ്ടി തയ്യാറായി. പിറ്റേ ദിവസം മക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഇവിടത്തേക്ക് മക്കയിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുവരുമ്പോ ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ സംഘടിച്ചിരിക്കുകയാണ്. കാരണം അന്ന് ശത്രുക്കളുടെ പ്രഗത്ഭനായ നേതാവ് ഹാരിസ് ബിൻ ഹാമിറിനെ കൊന്ന് ഹുബൈബിനെ തൂക്കിക്കൊല്ലാൻ പോവുകയാണെന്നുള്ള വിവരം അറിഞ്ഞപ്പോഴാണ് വരുന്നത്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇവിടെ കൊണ്ടുവന്നു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും അവസാനമായി പറയാനുണ്ടോ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. അതിന് സമ്മതം കൊടുത്തു. വേഗം നിസ്കരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, ദീർഘിപ്പിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, ഞാൻ നിസ്കാരം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾ പറയും ഹുബൈബിന് മരണം പേടിയായതുകൊണ്ടാണ് ഇങ്ങനെ നിസ്കാരം നീട്ടുന്നത്, അതെനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ മരണത്തിന് വേണ്ടി കീഴടങ്ങുകയാണ്. ഒരു കുരിശ് ഏറ്റിയതിന്റെ മേലെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കെട്ടിയിട്ട് അവിടത്തേക്ക് അമ്പെയ്തുകൊണ്ടാണ് കൊല്ലുന്നത്. അവിടെ ചെന്ന് അതിന്റെ മുകളിൽ കെട്ടിയപ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പാടി, വലസ്തു ബാലിഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ശിഖിൻ കാന ലില്ലാഹി മുസ്റഈ എന്ന് ചൊല്ലുന്ന. അങ്ങനെ ഓരോ അമ്പുകളും ഇങ്ങനെ തറക്കുമ്പോ അവസാനം ഒരു അമ്പ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തറക്കുകയാണ്. അതോടുകൂടെ ഈ ലോകത്തോട് വിട പറയുകയാണ്. ആ സമയത്ത് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിന്റെ മുകളിൽ നിന്ന് പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിക്ക് അവസാനമായി സലാം പറയുകയാണ്. റസൂലുള്ളാഹി പള്ളിയിൽ നിന്ന് സ്വഹാബത്തിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വഅലൈക്കും അസ്സലാം യാ ഹുബൈബ്. സ്വഹാബത്തിൽ റസൂലുള്ളാഹി സലാം അടക്കാൻ എന്റെ പ്രിയപ്പെട്ട ഹുബൈബിനെ വീട്ടിലേക്ക് കൊല്ലുകയാണ്. അവസാന ശ്വാസം പോകുമ്പോ എനിക്ക് സലാം പറഞ്ഞതാണ്, അതാണ് ഞാൻ മടക്കിയത്. ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊന്ന സ്ഥലമാണിത്. പിന്നീട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യിത്ത് മറമാടാൻ വേണ്ടി മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിനെയും സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെയും അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങോട്ടേക്ക് അയച്ചു എന്ന ചരിത്രം ദീർഘമായി വീണ്ടും പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊന്ന സ്ഥലവും കൂടിയാണ്. ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ഈ മുഹറം 10-ാം രാവ് ഞങ്ങളിവിടെ കൂടിയിട്ട് ആ ചരിത്രങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നിന്നോട് ചോദിക്കുന്നു റബ്ബേ, ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൂടെ നാളെ ഹബീബിന്റെ ചാരത്ത് സ്വർഗത്തിലേക്ക് ചൂടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളെ ഈ സംഘത്തെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങളെ ഈ സംഘത്തെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. നീ പൊരുത്തപ്പെടുന്ന ഒരു സംഘമാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ദുരന്ത മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഈശോനെ, ഞങ്ങളെ കൂടെ പോരാൻ വേണ്ടി വെണ്ണിയോട് നിന്ന് ഒരുമിച്ച് പോരാൻ ഉദ്ദേശിച്ച ഒരാളും ആ ഭാര്യയും ഭർത്താവും പോരുന്നതിന്റെ 2 ദിവസം മുമ്പ് ആ സഹോദരൻ ഒരു ആക്സിഡന്റിൽ പെട്ടു. വിസയും കാര്യങ്ങളൊക്കെ അടിച്ച് വന്നതിന് ശേഷം പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നീട് വലിയ ബുദ്ധിമുട്ടായി മൈത്ര ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. ശരിയായ രീതിയിൽ ഒരു ഓർമ്മ പോലും ഇടയ്ക്ക് ഓർമ്മക്കുണ്ടെങ്കിലും ഇപ്പോഴും അദ്ദേഹം ആ ആശുപത്രിയിൽ കഴിയുകയാണ്. നീ ആജിലായ കാമിലായ ശിഫ കൊടുക്കണം റഹ്മാനെ. ഓർമ്മ വരുമ്പോഴൊക്കെ ഡോക്ടറോട് പറയുന്നത് എനിക്ക് ഉംറക്ക് പോകണം എന്നാണ്. ആ അദ്ദേഹത്തിന്റെ മകൻ എന്നെ വിളിച്ചു പറഞ്ഞത്. റഹ്മാനായ റബ്ബേ, നല്ല ശിഫ കൊടുത്ത് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ വന്ന് നമുക്ക് പോലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും ചെയ്യാൻ അവർക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകണം. ഞങ്ങൾ പോരുമ്പോൾ ഞങ്ങളോട് ദുആ കൊണ്ടേൽപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കളൊക്കെ ഞങ്ങളെ പെട്ടിപ്പിടിച്ച് നെഞ്ചിലൊക്കെ തടവിയിട്ട് വിട്ടിട്ടുണ്ട്. ഞങ്ങളെ പൊന്നു മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, ഞങ്ങളെ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, അവരെ മക്കളുണ്ട്, ഞങ്ങളാക്കിയ ഞങ്ങളെ ഉസ്താദുമാരുണ്ട്, ഞങ്ങളെ അയൽവാസികളുണ്ട്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ
ഞങ്ങളെ ദുആയിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഈ സംഘത്തിൽ ഇങ്ങോട്ട് വരാൻ കഴിയാതെ റൂമിലുള്ളവരെയും ഞങ്ങളെ ഈ ദുആയിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. പടച്ചവനെ, ഇന്നത്തെ രാവ് ഉംറ നിർവഹിച്ചിട്ട് മഖ്ബൂലും മബ്റൂറുമായ രീതിയിൽ അത് നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അത് കാരണം ഇനിയുള്ള ജീവിതം നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഇപ്പൊ ഇവിടെ ഇറങ്ങിയപ്പോ ഒരു സഹോദരി വന്നിട്ട് അവരുടെ വിഷമം എനിക്കറിയാം. എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇന്നത്തെ ഉംറ എന്റെ രോഗം മാറാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കട്ടെ. ഞാൻ നേർച്ചയാക്കി കൊടുത്തു. വല്ലാത്തൊരു പ്രയാസമുണ്ട്, നീ നല്ല ശിഫ കൊടുക്കണം റഹ്മാനെ. അതുപോലെ കൂട്ടത്തിൽ ക്യാൻസർ ഉള്ളവർ ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ട്. മരുന്ന് കഴിക്കുന്നവരുണ്ട്, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ളവരുമുണ്ട്. എല്ലാവർക്കും നല്ല ആജിലായ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. ഈ മുഹറം 10 ഞങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ വേണ്ടപ്പെട്ട പലരും അവരിലുണ്ട്. ഞങ്ങൾ ഈ സന്തോഷങ്ങളൊക്കെ പങ്കുകൊണ്ടവരാണ് അവർ. മരിച്ചുപോയ മകനെ കുറിച്ച് നേരത്തെ പ്രിയപ്പെട്ട മൊയ്തുസ്താദ് പറഞ്ഞിരുന്നു. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിലേക്ക് ഞങ്ങളെ ദുആയുടെ മിസ്ലി സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. അപ്പൊ എന്തെങ്കിലും അദാബിലാണെങ്കിൽ ഈ മുഹറം 10 രാവിന്റെ ഹുർമത്ത് കൊണ്ട് ബറക്കത്ത് കൊണ്ട് അദാബൊക്കെ നീക്കി സുഖരോഗ സ്വർഗത്തിൽ നിന്നുള്ളൊരു കവാടം നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. അല്ലാഹ്, ഞങ്ങളെ വരെ എപ്പോഴാ കാണുക? നാളെ ഹബീബിന്റെ ചാരത്ത് വെച്ച് സ്വർഗത്തിൽ വെച്ച് ഞങ്ങളെ കാണിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ ദീർഘകാലം ആരോഗ്യത്തോടെ ആഫിയത്തോടെ നിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവസാനം ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മുത്തായ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് ഈമാൻ സലാമത്തായി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമ്മളെ നിയ്യത്ത് വെക്കാൻ പോവാണ്. എല്ലാവരും സ്വന്തമാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളെ റൂമുകൾ, താമസിക്കുന്ന റൂമുകളൊക്കെ റൂം നമ്പർ ഒന്നും ഇങ്ങനെ തിരിഞ്ഞിട്ടില്ല. കാരണം നമ്മൾക്ക് നല്ല വിവേകമുള്ള ആളാണ് മനുഷ്യന്മാരെങ്കിലും ഒരു പശുവിന്റെ കുട്ടിയാണെങ്കിലും പശു പ്രസവിച്ചു കഴിഞ്ഞാല് ആ കുട്ടി ഒരു ദിവസം കഴിഞ്ഞതിന്റെ പിന്നെ അതിന്റെ അവിടെ തപ്പിപ്പിടിക്കും അല്ലേ? നമുക്ക് അങ്ങനെ റൂം തപ്പിപ്പിടിക്കാനൊന്നും അറിഞ്ഞൂടാ. അത്രയും സാധുക്കളാണ് നമ്മൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ റൂമുകളിൽ താമസിക്കുന്ന റൂമിന്റെ ചുമതല ഓരോ ഉസ്താദുമാർക്കും കൊടുത്തിട്ടുണ്ട്. ചാർജ് കൊടുത്തിട്ടുണ്ട്. 12 റൂമൊക്കെ ഒരു ഉസ്താദിനാണ് ഉണ്ടാകുക. ആ ഉസ്താദ് ആ റൂമിൽ വരും. അതിലാരെങ്കിലും വഴിതെറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. ആർക്കെങ്കിലും രോഗമുണ്ടോ എന്ന് അന്വേഷിക്കും. അവർ ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിക്കും. അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് തുറന്നു പറയാം, ഞങ്ങൾ വേണ്ട ഹിദ്മത്ത് ചെയ്തു തരും. അതുപോലെ സ്ത്രീകളെ കൂട്ടത്തിൽ 4-5 സ്ത്രീകൾ നമ്മളെ ലീഡർമാരായിട്ടുണ്ട്. അവർക്കും ഡിവൈഡ് ചെയ്ത് സ്ത്രീകളെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു വഴിക്ക് ഇറങ്ങുമ്പോ നമ്മളിപ്പോ എത്ര സ്ത്രീകളാണ്? 60-70 സ്ത്രീകളാണെങ്കിൽ ഒരു ലീഡറെങ്കിൽ 10 സ്ത്രീയാണെങ്കിൽ 15 സ്ത്രീയാണെങ്കിൽ ആ ലീഡറോട് നമുക്കൊരു ഉറപ്പാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ സഹകരിച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നന്നായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പെട്ടെന്ന് എന്തെങ്കിലും ഷുഗറോ അല്ലെങ്കിൽ ഒരു പ്രഷറിന്റെ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് പരിശോധിക്കാനുള്ള സംവിധാനമൊക്കെ നമ്മളെടുത്തിട്ടുണ്ട്. ഞങ്ങൾ റൂമിൽ വരും. അതുകൊണ്ട് എല്ലാവരും എന്തായാലും ഫ്രീ അല്ല, ഒന്ന് കുത്തിവെക്കട്ടെ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട, ഷുഗർ പരിശോധിക്കേണ്ട. അല്ലാതെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പരസ്പരം ഇങ്ങോട്ടും സഹായിക്കണം. നല്ല ചെറുപ്പക്കാരുണ്ട്, ഉമ്മാർക്കൊക്കെ ഹിദ്മത്ത് ചെയ്യുന്നവരുണ്ട്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. പിന്നെ മൈമൂന ഉമ്മാടെ ചരിത്രമൊക്കെ നമുക്ക് പറയാണ്ട് മറ്റൊരു സമയത്ത് ഹുദൈബിയയിൽ വെച്ചോ മറ്റോ ആ ചരിത്രം പറയണം. റസൂലുള്ളാഹിന്റെ ഭാര്യയാണല്ലോ ആയിഷ ബീവി. മറ്റു ഭാര്യമാരെ കുറിച്ചൊന്നും ആർക്കും അറിഞ്ഞൂടാ. അതൊക്കെ ഒന്ന് പഠിക്കണം. റസൂലുള്ളാഹിന്റെ മക്കളെ കുറിച്ചൊക്കെ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നിയ്യത്ത്. സുബ്ഹി നിസ്കാരം ഓർമ്മപ്പെടുത്തിയത് ഇൻഷാ അല്ലാഹ് ഈ കേൾക്കുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു അൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഞാൻ ഉംറ ചെയ്യാൻ കരുതി, അതുകൊണ്ട് ഇഹ്റാം ചെയ്തു. ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ
وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. السلام عليك أيها النبي ورحمة الله وبركاته. السلام علينا وعلى عباد الله الصالحين. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار فادخلنا الجنة مع الأبرار يا عزيز يا غفار يا رب العالمين. اللهم أحرم لك شعري وبشري وجسدي ودمي وعظمي ومخي وجميع جوارحي. اللهم إني نويت العمرة فتقبلها مني فاعني عليها يا رب العالمين. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വന്നതുപോലെ ബസ്സിൽ എന്റെ കൂടെ വന്നവർ എന്റെ ബസ്സിലും, ഇസ്ര ഉസ്താദിന്റെ കൂടെ വന്നവർ അവരും, റഹീം ഉസ്താദിന്റെ കൂടെ വന്നവർ ആ ബസ്സിലും, ഹബീബ് ഉസ്താദിന്റെ കൂടെ വന്നവർ ആ ബസ്സിലും ചെയ്യാൻ